അങ്ങനെ നമ്മുടെ ലോഡറൊക്കെ ഉള്ള പോക്കിലാണ്. കമ്പനി എത്തുന്നതിന് ഒരു കുറച്ച് ദൂരം മുമ്പായിട്ട് ഒരു ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. ആ ഒരു ഭാഗം മാത്രമാണ് ഇവിടുന്ന് അവിടം വരെ പോകാനുള്ളൊരു ബുദ്ധിമുട്ട്. അത് ട്രക്കിന് കടന്നു പോകണമെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന കാറുകാരൊന്ന് ഒതുക്കി തരണം. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ചടപടയെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഒതുക്കി തന്ന കാരണം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കടന്നുപോയി. നല്ല റഷുള്ള സമയത്താണ് അങ്ങോട്ട് കയറി ചെല്ലണത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്തായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും കുറച്ച് നേരം വൈകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് 6 മണിക്ക് ട്രെയിലർ കളക്ട് ചെയ്തിട്ട് വേണമായിരുന്നു പോകാൻ. ഇന്നും അങ്ങനെ ആയിരുന്നു. എനിക്ക് വെള്ളിയാഴ്ച ടാസ്ക് കിട്ടി, ഇന്ന പോലെ തിങ്കളാഴ്ച കാലത്ത് ഈ ട്രെയിലർ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ടാസ്ക് വന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ട്രെയിലർ ഓൾറെഡി അവിടെ ഉണ്ട്, പോർട്ടിലുണ്ട്. അപ്പം ഞാൻ ശനിയാഴ്ച തന്നെ പോയി ട്രെയിലർ കണക്ട് ചെയ്ത് പാർക്കിങ്ങിൽ കൊണ്ടുവന്നിട്ടു. അല്ലെങ്കിൽ പിന്നെ ഇന്ന് കാലത്ത് അവിടെ പോയി പിക്കപ്പിനുള്ള ഡോക്യുമെൻ്റ് എഴുതി കൊടുത്ത് അത് കഴിഞ്ഞ് ട്രെയിലർ എടുത്ത് ട്രെയിലർ നോക്കി അത് കഴിഞ്ഞ് CMR ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല, CMR എഴുതണമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങാൻ. അങ്ങനെ ആകുമ്പോൾ കുറേ സമയം വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച തന്നെ ട്രെയിലർ കണക്ട് ചെയ്തിട്ട കാരണം ആ സമയം വേസ്റ്റ് അല്ല. അല്ലെങ്കിൽ ഇപ്പോൾ പോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 6:30 എന്തായാലും കഴിയും. ഇന്നിപ്പോൾ പാർക്കിങ്ങിൽ നിന്ന് ഞാൻ 6:15 ആയപ്പോഴേക്കും വണ്ടി എടുത്ത് പോകുന്നു. പിന്നെ കാലത്ത് കിടന്ന് ഓടിപ്പടഞ്ഞ് ഇതെല്ലാം ഉണ്ടാക്കാൻ നിൽക്കണം. നല്ല ചാട്ടാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഇങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട്. എവിടേക്കാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ളതെന്നൊക്കെ അറിയാം. അതിനനുസരിച്ച് അഡ്വാൻസ് ചെയ്ത് പോരാ. ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഹൈവേയിൽ ഒരു സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഒരു 10-20 മിനിറ്റോളം അവിടെ ബ്ലോക്കിൽ കിടന്നു. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ പോകുന്ന കാരണം ഒരു 5-8 മിനിറ്റിൽ കടന്നു പോകുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ അങ്ങനെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്ന് അറിയണ കാരണം കേട്ടോ അങ്ങനെ കടന്നു വരാൻ പറ്റിയത്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് ലോഡ്. മറ്റേ നമ്മുടെ അലുമിനിയത്തിൻ്റെ ക്യാനിൽ വരുന്ന ടൈപ്പ് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഇതുണ്ടല്ലോ, അങ്ങനത്തെ സാധനമാണ് ലോഡായിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനകത്ത് വല്ല ചെടിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചത്. എന്താ വെച്ചാൽ ഇവരുടെ മറ്റേ വെയർ ഹൗസ് ഇരിക്കണത് ഒരു ഇതെന്ന് പറയാ നമ്മുടെ നാട്ടിലെ ഈ ചെടികളൊക്കെ വിൽക്കണ നഴ്സറി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സ്ഥലത്താണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ലോഡ് ഇറക്കിയപ്പോഴാണ് മനസ്സിലായ സാധനം അതല്ലാന്ന്. പിന്നെ ഇപ്രാവശ്യം ലോഡ് വന്നേക്കണ ട്രെയിലർ കർട്ടൻ കള്ളന്മാർ കീറിയാൻ്റെ ഒരു ചെറിയൊരു ഓട്ടയുണ്ട്. അപ്പം അതിനകത്ത് കൂടെ നോക്കിയപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയ സാധനം തന്നെയാണ്. നല്ല ചൂടായിരുന്നു. ചൂടൊക്കെ മാറി ഇപ്പം എന്തായാലും തണുപ്പായിട്ട്. ഇപ്പം 20 ഡിഗ്രി ടെമ്പറേച്ചറുള്ളൂ. 20-27 വരെയൊക്കെ മാക്സിമം വരണുള്ളൂ ഇപ്പം നിലവിലെ അവസ്ഥയിൽ. 49 ഡിഗ്രിയൊക്കെ വരെ വന്നതാണ് ചൂട്. അതിൽ നിന്ന് ഇപ്പോൾ വീണ്ടും കുറഞ്ഞു. നിർത്തുന്നതിന് മുമ്പ് പച്ച ആയിരുന്നെങ്കിൽ നിർത്താണ്ടൊക്കെ പോകുമായിരുന്നു. ഇല്ല, പച്ച ആവില്ല. ആ ട്രാക്ക് ഇപ്പോൾ തുറന്നിട്ടുള്ളൂ. പച്ചയായി. നിന്നിട്ടില്ല. ഭാഗ്യം. സ്പീഡ് 0 ആയിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നിർത്തിയെടുത്തു എന്നുള്ള ഇതിനകത്ത് കയറും. എക്കോ സ്കോറിൻ്റെ ഇതിനകത്ത് എന്നാലും 1 വരെ വന്നുള്ളൂ.
ഇനി 4 ആഴ്ചയും കൂടെ ഉണ്ട് ഡ്യൂട്ടി. 4 ആഴ്ച കൂടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ തിരിച്ച് കമ്പനിയിലേക്ക് പോകണം. 13 ആഴ്ച ഞങ്ങൾക്ക് മാക്സിമം വർക്ക് ചെയ്യാൻ വരുള്ളൂ. അപ്പോൾ 13 ആഴ്ച തികയാനായിട്ട് ഇനി 4 ആഴ്ച കൂടെ ഉള്ളൂ. ഇനി തിരിച്ച് റൂമിൽ പോയി TRC പുതുക്കി ആ ആഴ്ച തന്നെ പറ്റുകയാണെങ്കിൽ വണ്ടി കയറണം. അധികം ദിവസം റൂമിലിരുന്ന് കഴിഞ്ഞാൽ ചിലവ് കൂടാനാ. 2 ആഴ്ച അവിടെ ഇരുന്നിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. അത് മറ്റൊരു സത്യം. എത്രയും പെട്ടെന്ന് തിരിച്ച് വണ്ടിയിൽ കയറുകയാണെങ്കിൽ അത് നല്ലത്. ഒന്നാമത്തെ കാര്യം അവിടെ എന്താ പറയുക, ഒരു റൂമിൽ തന്നെ 4 ആൾ ഒക്കെ ഉള്ള റൂമുകളാണ് കൂടുതലോടെ ഉള്ളത്. അവിടെ 2 ആളുള്ള റൂം ആകെപ്പാടെ ഒരെണ്ണുള്ളൂ. അത് എപ്പോഴൊന്നും കിട്ടില്ല. ചിലപ്പോൾ കിട്ടും, ബാക്കിയുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് അധികം ദിവസം അവിടെ നിൽക്കാന്നുള്ള ഇതിൽ പോയിട്ട് കാര്യമില്ല. നമുക്ക് ആകെ ചിലർ റൂമിലിരുന്ന് ഫോൺ വിളിക്കലാവും, ഒച്ചയിൽ ഒച്ചമ്പകളൊക്കെ. അപ്പോൾ നമുക്കവിടെ സമാധാനത്തിരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ പരിപാടി എന്തായാലും നടക്കില്ല. 4 ആളുടെ റൂമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ അതിലും ഭേദം ഉള്ള നേരം കൊണ്ട് വണ്ടിയിലേക്ക് കയറി പോന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞു ലോകത്തിൻ്റെ ഉള്ളിൽ സമാധാനമായിട്ട് ജീവിക്കാം. മൂന്ന് കിലോമീറ്ററും കൂടി ഉണ്ട് കമ്പനിയിലേക്ക്. ആ 3 കിലോമീറ്ററിൽ ഒരു 1 കിലോമീറ്ററാണ് ഈ ബുദ്ധിമുട്ടുള്ള ഭാഗം. After 1 kilometer, go straight on. അവിടെ പോകാനായിട്ട് പുറത്തുനിന്നൊരു വഴി കാണുന്നുണ്ട്. പക്ഷേ അതിൽ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ കമ്പനി റൂട്ട് വരച്ചിട്ടാണ് ഇതിൽ. അതാണ് പ്രശ്നം. 400 meters, go straight on, then immediately turn right. നമ്മൾ ആ വഴി പോയി നോക്കാന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ ഇതിലും വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ പെട്ടു. അപ്പം എന്തിനാ അതിൽ പോയി ഇതിൽ വഴി ഇട്ടുണ്ടായിരുന്നല്ലേ എന്നുള്ള ചോദ്യം വരും. എന്ന് വെച്ചാൽ കമ്പനി മാപ്പും എൻ്റെ ട്രക്ക് മാപ്പും രണ്ടും കാണിക്കണത് ഈ വഴി തന്നെയാണ്. Straight on, ഈ then immediately turn right. ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നിലവിൽ വലിയ വണ്ടികളൊന്നും കാണാനില്ല വഴിയിൽ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരെ വണ്ടികൾ ക്യൂ കിടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് നേരെ കയറി അവിടെ നിന്ന് റൈറ്റ് എടുത്താണ് പോകേണ്ടത്. ഇന്ന് കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ അനുമാനിക്കുന്നു. കാരണം വണ്ടികളൊന്നും കാണാനില്ല. ദോ ആ ഒരു കാറ് വരണണ്ട, ആ വഴി കൂടെയാണ് പോകേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെയൊക്കെ നിറച്ച് ക്യൂ ആയിരുന്നു. അപ്പോൾ ഇന്നൊരു ഇച്ചിരി നേരത്തെ ഇറങ്ങിയത് എന്തായാലും നന്നായി. നേരത്തെ വന്ന ഇവിടെ സുഖമായിട്ട് കടന്നു. എന്താ വെച്ചാൽ ഇത് ഇടക്കിടക്ക് കിട്ടുന്ന ലോഡുകളാവേ. ഇത് പോർട്ടിൽ നിന്ന് ഉള്ള ലോഡുകളായതുകൊണ്ടും UK എന്ന് പറഞ്ഞതായതുകൊണ്ടും മിക്കവാറും കമ്പനികൾ സ്ഥിരോട്ടം കിട്ടാറുണ്ട്. സ്ഥിരോട്ടം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വിലക്കൊക്കെ ആയിട്ട് കിട്ടും. അത് ഇവിടെ ഒക്കെ നിറച്ച് വണ്ടികളായിരുന്നു. ഇപ്പം ഈ വണ്ടി വീല് കയറി വരണ കണ്ട. നമുക്ക് ടേണുകൾ തിരിച്ചെടുക്കുമ്പോൾ റോഡ് മുഴുവൻ വേണം. അത് വരണ കാറുകാർ അവരവിടെ ഒതുക്കണേക്കാളും നല്ലത് ഞാനിവിടെ ഒതുക്കണതാ. അവരെ കടത്തിവിടാം, അതായിരിക്കും നല്ലത്. ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു പോകാനുള്ളതാണ്, 2 ആൾ ഇങ്ങോട്ട് വരാനുള്ളതാണ്. ഇനി നമുക്ക് അങ്ങ് കയറിച്ചല്ല. അവിടെ കാറിനൊരു ഗ്യാപ്പുണ്ട്, ആളവിടെ ഒതുക്കിക്കോളും. കഴിഞ്ഞ പ്രാവശ്യം വണ്ടിക്കാർ ഈ മരങ്ങളുടെ ഇടയിലേക്ക് കയറ്റി നിർത്തിയിട്ടൊക്കെ കടത്തി വിട്ടെ.
എന്തായാലും നേരത്തെ വന്നതിന് ഫലം കിട്ടി. കാരണം അവിടെ ഒതുക്കാൻ ഗ്യാപ്പ് ഉണ്ടോ, അത് കയറി വരുമോ? ഗ്യാപ്പുണ്ടാ ആൾക്കവിടെ ഗ്യാപ്പുണ്ട്, ആളവിടെ ഒതുക്കിയോളും. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ എവിടേക്കാണ് കയറി പോകണമെന്നുള്ള ചോദ്യമൊന്നുമില്ല. പരമാവധി എല്ലാവരും നമുക്ക് ഒതുക്കി തരും. ഒതുക്കി തരണത് അവരുടെ മര്യാദ, അതുപോലെ നന്ദി പറഞ്ഞിട്ട് പോണത് നമ്മുടെ മര്യാദ. ആഹാ, ബുള്ളറ്റ് ഹാർലിയാന്ന് തോന്നുന്നു. എൻജിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട്. After 400 meters, take the second left. 7:30 മുമ്പ് വന്നാൽ സുഖമായിട്ട് കടന്നു പോകാമെന്ന് മനസ്സിലായി. കാറാരും ഇങ്ങോട്ട് പോരെ, ഞാനിവിടെ ഒതുക്കി തരാം. കം ഹിയർ. ഈ നെതർലാൻഡ് ജർമ്മനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ വലിയ വണ്ടിക്ക് പ്രയോറിറ്റി തരും. മെയിനായിട്ട് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, എന്നാലും ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചാണത് നെതർലാൻഡിലും ജർമ്മനിയിലാണ്. ഒരു വലിയ വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചെറിയ വഴികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് വന്ന് സൈഡ് പറഞ്ഞു തരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും നമ്മളൊരു കൈ കാണിച്ചിട്ട് പോകാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. നമ്മളൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അവർ നമുക്ക് കടത്തി വിട്ടാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാൽ നമ്മുടെ മുമ്പിൽ നിന്ന് പറഞ്ഞവർ ഒതുക്കി തരാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ കാണിച്ചു കഴിഞ്ഞാൽ നന്ദി എന്നുള്ളതായി. ചെടികൾ ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കണ സാധനങ്ങളാണ്. ഇത് ഇവർ തന്നെയാണോ സംശയമുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വഴി ഇറങ്ങി പോണൊക്കെ ഇവരുടെ ഇതാണ്. കുറെ കുതിരി ഇവരുടെ വണ്ടി. കർട്ടനെ കീറലെ മരത്തിൻ്റെ കമ്പുകൾ നിൽക്കണതേ തുമ്പ് വെട്ടി നിർത്തിയ. പക്ഷെ തുമ്പ് വെട്ടി നിർത്തിയാണത് മറ്റേ എന്താ പറയുക, മോനയായിട്ട് നിൽക്കണേ. കഴിഞ്ഞ പ്രാവശ്യം കമ്പനി മാപ്പിട്ട് വന്നാൽ ഇതിൻ്റെ ഉള്ളിലേക്കായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കല്ലായിരുന്നു പോകണ്ടേ, അപ്പുറത്തേക്കായിരുന്നു. ഇത് അവരുടെ ചെടികൾ വിൽക്കണതിൻ്റെ അതിൻ്റെ ഭാഗമാണ് ഇത്. പക്ഷെ നമ്മുടെ വെയർ ഹൗസ് അപ്പുറത്താണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയി കുത്തി തിരിച്ച്, അതാണ് അതിൻ്റെ ഉള്ളിൽ ട്രെയിലറിന് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ലേ. ഞാൻ അതിൻ്റെ ഉള്ളിലിട്ട് കുത്തി തിരിച്ച് ഇവിടെ ഇറങ്ങി പോകുന്നത്. അത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ്. 3 റാമ്പിലും വണ്ടിയുണ്ട്. നമുക്കങ്ങ് കടക്കാം. നാളെ അവിടെ നിന്ന് വരണുള്ളൂ. എട്ട് മണിക്കാണ് അൺലോഡിങ്. എന്തായാലും 7:30 ഇവിടെ എത്തി. ആ ട്രെയിലർ അവിടെ നിന്ന് കളക്ട് ചെയ്യണ ആ ഒരു സമയമാണ് ഇവിടെ നമുക്ക് ലാഭിക്കാൻ പറ്റിയത്. ഇവിടെ അത് ലാഭിച്ചുകൊണ്ട് ബ്ലോക്കിൽ കിടക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഉപകാരങ്ങൾ പറയണ്ടേ. ബ്ലോക്കിൽ കിടന്ന് ബ്രേക്ക് ഔട്ട് നമുക്ക് എക്കോ സ്കോറിൽ പറഞ്ഞാൽ ബ്രേക്കിങ്ങിൻ്റെ എണ്ണവും കുറയ്ക്കാം. അധികം നമ്മൾ ബ്ലോക്കിൽ കിടക്കാണ്ടിരുന്നാൽ അതും കൂടെ ശ്രദ്ധിക്കണം. ബ്ലോക്കിൽ കിടക്കുന്നത് മാത്രമല്ല, ഇങ്ങനെ നിർത്തിയാൽ നമുക്ക് റിവേഴ്സ് എടുത്ത് ഏത് റാമ്പ് വേണമെങ്കിലും പിടിക്കാം. ഒന്നാമത്തെ റാമ്പിൽ കിടക്കുന്ന ട്രെയിലർ എടുത്തു പോകാനായിട്ട് ഒരു വണ്ടി അതിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് ഇടാം. കഴിഞ്ഞ പ്രാവശ്യം അതിനകത്തായിരുന്നു നിർത്തി ഇതാക്കിയത്. വെയിറ്റിംഗ് ഇൻ പാർക്കിംഗ്. മാനേജർക്ക് നമ്മളിവിടെ എത്തിയെന്ന് അറിയിക്കാനുള്ളത്. അപ്പം ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. മിക്കവാറും കമ്പനികളിൽ ക്യാമറയ്ക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊന്നും കാണിക്കാത്തത്. അതിപ്പോൾ ഞാൻ പുറത്തിറങ്ങിപ്പോയി ട്രെയിലറിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കിലെ സ്ട്രാപ്പുകൾ ഊരിയിട്ടു. ഇനി അവർ ബാക്കിൽ ഇറക്കി വരുമ്പോഴേക്കും നമുക്ക് മുമ്പിലത്തെ ബെൽറ്റ് അഴിക്കാം.
A few moments later. അങ്ങനെ ലോഡർക്കൽ കഴിഞ്ഞു. ഇനി അടുത്ത ടാസ്കും വന്നു. ഉള്ള നേരം കൊണ്ട് അവിടെ പോയി ലോഡ് കയറ്റിയാൽ, അതും ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് പോയി ലോഡ് കയറ്റിയിട്ടുള്ള സ്ഥലമാണ്. വേസ്റ്റ് പേപ്പറാണ്. ആ കമ്പനിയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുറത്ത് വണ്ടി നിർത്തിയിട്ട് ആദ്യം ഓഫീസിൽ പോകണം. അങ്ങനെ പുറത്ത് നിർത്തിയിട്ട് ഓഫീസിൽ പോകാനായിട്ട് അതിനുള്ള സ്ഥലം പരിമിതമാണ്. ഒരു വണ്ടിക്ക് അവിടെ നിർത്താനുള്ള സ്ഥലമുള്ളൂ. അവിടെ ഓൾറെഡി വേറൊരു വണ്ടി പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. നോക്കാം. ഡോറടയ്ക്കണം. ചില സമയത്ത് മുകളിലത്തെ ലോക്ക് പിടിക്കില്ല. ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് മാനേജർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇവിടെ നിന്നൊക്കെ 10 മിനിറ്റ് ഉള്ളൂ എന്നാണ് 10 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. ട്രെയിലറിന് ഓട്ടം ഇല്ലാവോ? എന്ന് 4 ഇവിടെ ഈ സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. ഏഴര ആയിപ്പോൾ വന്നു. 9 മണിയാകുമ്പോൾ പുറത്തിറങ്ങണം. 8:57 വേറെ കുറേ 1.5 മണിക്കൂർ. After 400 meters, turn right. റോട്ടിൽ തിരക്കൊന്നുമില്ലല്ലോ. തിങ്കളാഴ്ച തന്നെയുള്ളതെന്ന് വല്ല മുടക്കൂസാണോ? സംതിങ് സ്പെഷ്യൽ. എന്നുവെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നേ. എങ്ങടാണാവോ? എങ്ങടാണോ? ഭയങ്കര നേരെ പോകാനാ. ഭയങ്കര നോക്ക്. ഞാൻ അങ്ങോട്ട് പോട്ടെ.
അല്ലെങ്കിൽ അവിടെ കട്ടായ്മ കയറും, അവിടെ കയറ്റി ഓടിച്ചില്ലെങ്കിൽ. Oi. ഇവിടെ അങ്ങ് ഒതുക്കാം. എല്ലാവരും നമുക്ക് മാത്രം ഒതുക്കി തന്നിട്ട് കാര്യമില്ല, ഇടയ്ക്ക് നമ്മൾ ഒതുക്കി കൊടുക്കണ്ടേ. അതല്ല അതിൻ്റെ ഒരു ഇത്. ഈശി പൂശി ഭാഗ്യം സ്ഥലമുണ്ട്. After 600 meters, turn right, then take the second left. ഈ ബാടെ ഒതുക്കാം. കടന്നു പോകാൻ പറ്റുമെന്ന് ഞാൻ അനുമാനിക്കുന്നു. ബാക്കിൽ പറഞ്ഞ കാർ തന്നെ ഇപ്പൊ ഭ്രാന്താവുണ്ടോ? നമ്മള് കൊണ്ടു നിർത്തുമ്പോ ആള് നിർത്തുകയാണ്. സമയം കളഞ്ഞേരാവില്ല. ഈ മരങ്ങളുടെ ഇടയിൽ എത്രയും പെട്ടെന്ന് കടന്നു പോകണം. ഇവിടെ സൈക്കിളുകൾ പറഞ്ഞ സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം അറഞ്ചം പറഞ്ഞ സൈക്കിൾ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ട്യൂഷനൊക്കെ പോയിട്ട് പിള്ളേർ വരില്ല, അതുപോലെ ആയിരുന്നു. After 200 meters, take the second left, then immediately go straight on. Turn left, then immediately go straight on. എന്തോ മുടക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസമായിട്ട് ഇത്ര ഇങ്ങനെ ഫ്രീ ആയിട്ട് കാണേണ്ടതല്ല. Go straight on. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ചെക്കിലെങ്ങാണ്ടൊക്കെ ഇന്ന് ട്രക്ക് ബാനാന്ന് പറയുന്നുണ്ട്. ചൂടായില്ലോ. ബെൽറ്റും സാധനങ്ങളൊന്നും മടക്കി വെച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് എന്തായാലും അത് റോൾ ചെയ്ത് മറ്റേ ട്രെയിലറിൻ്റെ റൂഫിൻ്റെ മുകളിലേക്ക് എറിയണം.
ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് ബെൽറ്റ് അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നടക്കില്ല. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് അത് റോൾ ചെയ്യണം. എന്താ വെച്ചാൽ നമ്മൾ സാധാരണ അഴിഞ്ഞു പോകാത്ത രീതിയിൽ, അതായത് ലോഡ് ഇറക്കി കഴിഞ്ഞാൽ അഴിഞ്ഞു പോകാത്ത രീതിയിൽ കിട്ടും ഞാൻ. പക്ഷെ അങ്ങനെ റോൾ ചെയ്ത് അവിടെ ചെന്ന് വീണ്ടും അത് അഴിച്ച് റോൾ ചെയ്യേണ്ടി വരും. സംഭവമാണ്. അവിടെ എത്തപ്പോഴേക്കത് പച്ച, ഓൾറെഡി പച്ച കത്തി. After 400 meters, turn left. പച്ചയായി മഞ്ഞയായി. ശുഭം. Turn left. ഹേസ് ഇടേണ്ടിയിരിക്കുന്നു. നെതർലാൻഡിൽ ഇങ്ങനെയുള്ള ഈ ചെറിയ റോഡുകളിൽ പോലെ 80 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. കോമഡി എന്താ വെച്ചാൽ ഹൈവേയിൽ 80 തന്നെ ഉള്ളൂ. വെള്ളം അടിച്ചു കയറ്റാൻ വേണ്ടി കൊണ്ട് നിർത്തിയാണ് ആ ട്രാക്ടർ അങ്ങനെ പമ്പ് സെറ്റായിട്ട്. After 1 kilometer, turn right. After 400 meters, turn right. ഇവിടെ നിന്ന് റൈറ്റ് പോകണം. Turn right. After 900 meters, at the roundabout, take the second exit. പിന്നെ അവിടെ ചെന്നിട്ട് കട്ട പോസ്റ്റ് ആവുമെന്ന് അറിയില്ല. എന്താ വെച്ചാൽ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്, അന്ന് ഞാൻ ചെന്നപ്പോൾ അവിടെ വണ്ടികളൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ഒരു വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റിവ്യൂവിൽ എഴുതിയിരിക്കണത് അവരുടെ വണ്ടികൾ എന്താ പറയുക, ഒന്നാമത് അതിനുള്ളിൽ അവിടെ 3-4 വണ്ടി ഇടാനുള്ള സ്ഥലമുള്ളൂ. അതിനകത്ത് നമ്മളാദ്യം വന്നാലും അവർക്ക് സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടികൾ ആദ്യം അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സ്ഥിരം വണ്ടിക്ക് പ്രയോറിറ്റി ഉണ്ടാവും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുറത്ത് നിർത്താൻ സ്ഥലമില്ലേ, അതാണ് പ്രശ്നം. പുറത്ത് നമുക്ക് പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാനായിട്ട് സ്ഥലമില്ല. അവിടെയാണ് ഈ പ്രശ്നം പറഞ്ഞത്.
പുറത്ത് നിർത്താൻ സ്ഥലം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. After 600 meters, at the roundabout, take the first exit. അതിൻ്റെ ഇടവും വരും ഒക്കെ ഓരോ കമ്പനികളുടെ ഉള്ളിലേക്ക് കയറാനുള്ള ഗേറ്റും റാമ്പിലേക്ക് ഇടാനുള്ള റാമ്പിൻ്റെ ഫ്രണ്ട് വശം അവിടേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വണ്ടി അങ്ങനെ നിർത്തി ഇടാൻ പറ്റില്ല. നിർത്തിയിട്ട് ഓഫീസിലേക്ക് പോകണേ. Take the first exit. വേണ്ട, ഇങ്ങോട്ട് പോവാം. After 200 meters, at the roundabout, take the second exit. വാട്സാപ്പ് എന്തോ എഴുതിയിട്ടുണ്ട്. Take the second exit. കടക്കാൻ വേണ്ടി നിൽക്കുന്നു അല്ലേ? അല്ല. After 200 meters, at the roundabout, take the third exit. Take the third exit. ട്രെയിനോ ബസ്സോ എന്തോ ഒരു സാധനം വരാനുണ്ടെന്ന് തോന്നുന്നു. എന്തത്? സെക്കൻഡിൽ റെഡാണല്ലോ. ബസ് ലൈൻ ആ വണ്ടി പറഞ്ഞ കാരണമായിരുന്നിരിക്കണം. കിട്ടും ഇനി. ഞാനും വിചാരിച്ച ബസ്സൊന്നും കാണാനുമില്ല. ഇന്ന് മൊത്തത്തിൽ തിരക്കില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെയും ഈ ഇതൊക്കെ വണ്ടികൾ നിർത്താനുള്ള ഗ്യാപ്പിലൊക്കെ നിറച്ച കാറുകളുണ്ടായിരുന്നു. സംതിങ്സ് ഫിഷി. ട്രക്ക് ഇങ്ങോട്ട് തിരിയാനാ? ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? അങ്ങോട്ടാണ്. നമുക്കാണ് പ്രയോറിറ്റി. ആ പടക്കോ! ഞാൻ പ്രതീക്ഷിച്ചു. Take the second exit. പുള്ളിക്കാർ ബസ് കയറാനാണ് ഓടുണ്ടായിരുന്നല്ലോ. ഈ സാധനങ്ങൾ എങ്ങനെ ഈ ചെയറും സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചാണ് ആവശ്യക്കാർക്ക് എടുത്തുകൊണ്ട് പോവാം. വീട്ടിലാവശ്യമില്ലാത്ത സാധനങ്ങൾ അവർ പുറത്തേക്ക് ഇറക്കി. ചിലപ്പോൾ വീട് മാറി പോകണോണ്ടാവും. ഇവിടെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ആവശ്യക്കാർക്കത് എടുക്കാമെന്നാണ് അതിൻ്റെ ഒരു ഇത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു സ്കൂളിൻ്റെ ഏരിയ കാരണം ആൾക്കാർക്ക് അങ്ങോട്ട് കിടക്കണത് നോക്കാനായിട്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നാളെയും കാണാനില്ല.
After 200 meters, take the third left, then turn right. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം. Turn left, then turn right. After 100 meters, take the second right, then turn left. ഇവിടുന്ന് റൈറ്റ് തിരിയാനാണ് കാണിക്കുന്നത്, പക്ഷെ അവിടെ റൈറ്റ് തിരിയാൻ പറ്റില്ല. അത് കമ്പനിയുടെ ഉള്ളിലേക്ക് പോകണ വഴിയത്. ഇവിടെ നിന്ന് റൈറ്റ് തിരിയാൻ പറ്റും. ഓ ഭാഗ്യം, വണ്ടികളില്ല, അതുകൊണ്ട് അവിടെ നിർത്താൻ പറ്റും. അപ്പൊ ഇതിന്റെ മുമ്പിൽ നിർത്താം. ആദ്യം ഇവിടെ നിർത്തി, ഇത് കഴിഞ്ഞ് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഉള്ളിലേക്ക് പോകണമെങ്കിൽ. അപ്പൊ ഞാൻ ഓഫീസിൽ പോട്ടെ. അപ്പോൾ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. ഇനി ബ്രിഡ്ജിൽ കയറി ആദ്യം നമ്മുടെ എംറ്റി എടുക്കണം. വണ്ടി സ്റ്റഡിയായി, ഇപ്പോൾ ഫ്രണ്ട് വീല് പുറത്തേക്ക് എത്തി. അപ്പം അങ്ങനെ ഓഫീസിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഓഹോ, വണ്ടികളൊന്നുമില്ല. അപ്പം ശരി, ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല. One eternity later. അങ്ങനെ ലോഡ് കയറ്റലും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ലോഡ് കയറ്റി വീണ്ടും ഒന്നുകൂടെ കറങ്ങി വീണ്ടും വേബ്രിഡ്ജിൽ കയറി ഡോക്യുമെൻറ്റ്സ് മേടിച്ച് 2 പ്രാവശ്യം ഈ ബിൽഡിങ്ങിനെ വട്ടം വയ്ക്കണം. എന്നാലാണ് ഒരു ലോഡ് കൊണ്ട് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റും.
ഇവിടെ നിന്ന് ലോഡ് കയറ്റിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ലോഡ് ഇറക്കി അതേ സ്ഥലത്തേക്ക് തന്നെയാണ് പോണേ. നാളെ കാലത്ത് ലോഡ് ഇറക്കിയാൽ മതി. നാളെ കാലത്ത് 7 മണിക്ക് ഇറക്കാനാണ് കാണിച്ചാണ്. അപ്പം ഇന്ന് പറ്റുകയാണെങ്കിൽ കമ്പനിയുടെ മുമ്പിൽ കൊണ്ട് നിർത്താം. കമ്പനിയുടെ അവിടെ വണ്ടികൾ നിർത്താനായിട്ട് സ്ഥലമുണ്ട്. കമ്പനിയുടെ അവിടെ നിർത്താൻ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡാണ്, പക്ഷെ അവിടെ വണ്ടികൾ നിർത്തുന്ന സ്ഥലമാണ്. ഇത് ഫിക്സഡ് ട്രെയിലർ അല്ലാതെ തന്നെ ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ ഇല്ല. അല്ലാണ്ട് ബാക്കി ഞങ്ങളുടെ കമ്പനിയിലുള്ള വണ്ടികളിൽ, അതായത് കമ്പനിയുടെ തന്നെ ട്രെയിലറാണെങ്കിൽ എല്ലാത്തിലും റിവേഴ്സ് ക്യാമറ ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ റിവേഴ്സ് എടുക്കുമ്പോഴൊക്കെ സംശയിച്ച് ബാക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ലേശം ലോഡ് കൂടുതലായിരുന്നു. 40 ടണ്ണും കഴിഞ്ഞ് 460 കിലോ കൂടുതലുണ്ടായിരുന്നു. 40 ടണ്ണാണ് ഇതിന് കയറ്റാൻ പറ്റുള്ളൂ. പിന്നെ 5% എന്തോ ഇതുണ്ട്, എക്സെപ്ഷൻ ഉണ്ട്. പക്ഷെ സാധാരണ അത്ര ലോഡൊന്നും കയറാറില്ല. ഇപ്പം 38,900 ഉള്ളു ലോഡും വണ്ടി അടക്കം. അങ്ങനെ നോക്കുമ്പോൾ ഒരു 1.5 ടണ്ണോളം കുറവാണ് കഴിഞ്ഞ പ്രാവശ്യത്തിന് വെച്ച് നോക്കുമ്പോൾ.
ഇതിൻ്റെ AC യുടെ ബ്ലോവറിന് എന്തോ ഒരു തകരാറുണ്ട്. തകരാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് ഇത് കറക്റ്റായിട്ട് സ്പീഡ് കൂടണമെന്നില്ല. 8ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറഞ്ഞ പോലെ. 8ലേക്ക് ഇട്ടാൽ ഭയങ്കര കാറ്റ്. 7ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല. 7 തൊട്ട് താഴേക്ക് എല്ലാം 1 തൊട്ട് 7 വരെയുള്ള എല്ലാത്തിലും ഒരേ സ്പീഡാണ്. ഒന്നെങ്കിൽ ചൂടെടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കുന്നതാണ്. സാധാരണ ഡീസൽ അടിക്കാനുള്ള ടാസ്ക് തരാറുള്ളതാണ്. അങ്ങോട്ട് പോയപ്പോഴും നന്നിട്ടില്ല, ഇപ്പൊ പോകുമ്പോഴും നന്നായിട്ടില്ല. ഇനി വണ്ടി ഓടിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഇനി ടാസ്ക് മാറ്റുമെന്ന് അറിയില്ല. സംഭവം അരട്ടാങ്കിൻ്റെ മുകളിൽ ഡീസൽ ഉണ്ട്, എന്നാലും നമ്മുടെ സാധാരണ ഈ ബെൽജിയം ബോർഡറിൽ പോയിട്ട് ഡീസൽ അടിക്കുക. അവിടെ ഡീസൽ അടിക്കുമ്പോൾ ഡീസലിന് വില കുറവാണ്, അതുകൊണ്ട് അവിടെ നിന്ന് ഡീസൽ അടിച്ചിട്ട് പോണേ. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോവാം. കമ്പനി മാപ്പ് ഇവിടെ നിന്ന് നേരെ പോകാനാണ് കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും തന്നെയായിരുന്നു സംഭവം. പക്ഷെ ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹൈവേ കയറാം. ഇവിടുന്ന് കമ്പനി മാപ്പ് നേരെ പോകാൻ കാണിച്ചിട്ട് അങ്ങോട്ട് പോയാലും അതേ ഹൈവേയിലേക്ക് തന്നെയാണ് കയറുന്നത്. വീണ്ടും കുറേ റൗണ്ട് ബോട്ടും ടൗണിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേ പോവാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഹൈവേ കയറാം. നമ്മുടെ അവിടെ JCB ഒരുപാടുണ്ടെങ്കിലും റോട്ടിൽ കൂടെ ഓടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചോണ്ട് നടന്ന് കാര്യങ്ങൾ പെട്ടെന്ന് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് JCB കൂടുതലും കാണുന്നത്. ഇവിടെ നേരെ തല തിരിച്ച JCBയുടെ പോലെ തന്നെ ചക്രമുള്ള ഹിറ്റാച്ചിയാണ് ഇവിടെ കാണുന്നത് മുഴുവൻ. നമ്മുടെ അവിടെ ഹിറ്റാച്ചി എന്നൊക്കെ പറയുമ്പോൾ, അതായത് എക്സ്കവേറ്റർ പറയുമ്പോൾ അതിന് ചെയിനാണല്ലോ വരുന്നത്. ഇവിടെ ഒന്നെങ്കിൽ റബ്ബറിൻ്റെ ചെയിനാവും, അതായത് മെറ്റൽ പാർട്ട് വരുന്ന പോയതിൻ്റെ കൂടെ മറ്റേ റോട്ടികൾ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് റബ്ബറായിട്ട്. ഇല്ലെങ്കിൽ അതിന് സാധാരണ നമ്മുടെ ട്രാക്ടറിനൊക്കെ വരുന്ന പോലത്തെ, ട്രാക്ടറിനല്ല, അതായത് കുറച്ച് അധികം വീതിയുള്ള ടയർ ഫ്രണ്ടിലും ബാക്കിലും അങ്ങനത്തെ ടയറായിട്ട്, അതാകുമ്പോൾ റോട്ടികൾ ഓടിച്ചുകൊണ്ട് നടക്കാമല്ലോ. അങ്ങനത്തെ സെറ്റപ്പാണ് ഇവിടെ കൂടുതലും കാണുന്നത്. മുക്കിലും മൂലയിലും സിഗ്നലുകളാണ്.
എത്തുമ്പോഴേക്കും അത് ചുമപ്പാവോ? മഞ്ഞ കത്തരുത്. ആ ബാക്കി കടന്നു. ഇനി വീണ്ടും നിർത്തിയെടുക്കാൻ നിൽക്കണേ. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ഫ്രണ്ടിൽ, അതായത് ട്രെയിലറിൻ്റെ ഉള്ളിൽ ലോഡ് കയറ്റുമ്പോൾ ഏറ്റവും ആദ്യം വെക്കണ ഇത് 2 ഈശ സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ടിലേക്കും വെയിറ്റ് കൂടുതലായിരുന്നു. ഓടിക്കാനും ഈ പറഞ്ഞ പോലെ അതായത് ഫ്രണ്ടിലേക്ക് വെയിറ്റ് വരുമ്പോൾ സ്റ്റിയറിംഗ് ചെറിയ ലോഡ് വരും. നമുക്ക് ഓടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഇപ്രാവശ്യം ഫ്രണ്ടിൽ ഒറ്റ സെറ്റാണ് വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വെയിറ്റ് കുറഞ്ഞതും. കഴിഞ്ഞ പ്രാവശ്യം 40 ടണ്ണിൻ്റെ മുകളിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം 38,900 ആയത്. ആ ഒരു സെറ്റ് ഇല്ലാത്തതിൻ്റെയാണ് ആ വെയിറ്റ് മാറിയത്. വേസ്റ്റ് പേപ്പറാണ് ലോഡ്. ഈ വേസ്റ്റ് പേപ്പർ, കാർഡ്ബോർഡ് ബോക്സ് പൊളിച്ചത്, അങ്ങനത്തെ സാധനം അതൊക്കെ മറ്റേ കട്ട് ചെയ്ത് ഷ്രെഡ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അതിനി ഇവർ വീണ്ടും പ്രോസസ്സ് ചെയ്ത് വേറെ എന്തെങ്കിലും സാധനങ്ങളാക്കി മാറ്റും. ഇവിടെ നിന്ന് ഇവരിത് പേപ്പറുകൾ കളക്ട് ചെയ്ത് അത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അത് കംപ്രസ് ചെയ്ത് ഒരു ചതുരത്തിലുള്ളൊരു കട്ടയാകും. അതെന്നിട്ട് ഈ കൊണ്ട് നമ്മൾ ലോഡ് ഇറക്കണ ടീം അവരത് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് ഇനി അടുത്ത പ്രൊഡക്ട്സ് ഉണ്ടാക്കും. ചോറുണ്ടാകാണല്ലോ, എന്നിട്ട് വീണ്ടും വിശക്കാണല്ലോ. കീപ്പ് റൈറ്റ് എന്നിട്ട് ഓക്കെ. ആരും പിടിക്കണ ആ വെള്ള വരമ്പയ്ക്ക് കയറണതിൻ്റെയാണ് ആ സൗണ്ട്. ഞാൻ മാപ്പിലേക്ക് ശ്രദ്ധിക്കുക. ഈ പോണ വിമാനം ഏതോ ഒരു എയർപോർട്ടാണ്. എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റും സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് വരാം ഞാൻ.